നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാഭവൻ നവാസിന്റെ മരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമ ചലച്ചിത്ര ലോകം. നമ്മുടെയൊക്കെ തന്നെ കുട്ടിക്കാലം വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ തൻ്റെതായ വേഷപ്പകർച്ചുകൊണ്ട് എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഏറെ ഞെട്ടലാണ് ആദ്യമുണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി ഇപ്പോൾ നടൻ വിനോദ് കോവൂർ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നെന്നും വിനോദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത്. ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുൻപ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്ന് വിനോദ് കുറിച്ചു. പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത്. വിനോദ് കോവൂർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമാണ്. നവാസ് ക എന്തൊരു പോക്കായത്. വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുൻപിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്ന് തോന്നി കവിളത്ത് തട്ടി നവാസ് ക എന്ന് വിളിച്ചു നോക്കി. കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ് കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണി വരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ് ക കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്ന് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുപോയി. എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ. നവാസ്കയുടെ സമയം വന്നു, നവാസ്ക പോയി, അത്ര തന്നെ. കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു നവാസ്ക. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചട്ടെ എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചതും ഓർക്കുന്നു. ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക്. ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം. പടച്ചോ നവാസ്കയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല നവാസ്ക. ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം. ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ്. 51ാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. നിരവധി ആളുകളാണ്, നിരവധി ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വരുന്നത്. ഇന്നലെയും അദ്ദേഹത്തിനെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആശുപത്രിയിൽ അടക്കം അവിടെയും നിരവധി സിനിമാ രംഗത്തുള്ള ആളുകളാണ് ചുറ്റിലും കൂടിയിരുന്നത്. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിൽ ഹൃദയാഘാതം എന്ന വിലയിരുത്തലാണ് ശക്തം. 25 ദിവസം താമസിച്ച ഹോട്ടലിലാണ് തളർന്നു വീണ് കിടന്നത്. ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ചോറ്റാനിക്കര സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. മരണവിവരം അറിഞ്ഞ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിലെത്തിയത്. കലാകുടുംബമായിരുന്നു നവാസിന്റേത്. അച്ഛൻ അബൂബക്കർ നടനായിരുന്നു. സഹോദരൻ കലാഭവൻ നിയാസും സജീവ സിനിമാക്കാരനാണ്. ഭാര്യ രഹനയും സീരിയലിലും സിനിമയിലും അഭിനയിക്കാറുണ്ടായിരുന്നു. വാത്സല്യം സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ കുഞ്ഞമ്മാവന്റെ കഥാപാത്രം. ആ വേഷം അനശ്വരമാക്കിയ അബൂബക്കർ എന്ന നടന്റെ മകനാണ് നവാസ്. വടക്കാഞ്ചേരി എങ്കക്കാട് വടകര വീരാരുവിന്റെ മകനായ അബൂബക്കർ അവിടുത്തെ നാടൻ കലാസമിതികളിലൂടെയാണ് കലാരംഗത്തേക്ക് കടക്കുന്നത്. ശ്രദ്ധേയനാകുന്നത് 1968 പോക്കറ്റ് ലാമ്പ് എന്ന നാടകത്തിലൂടെയും. ഇതിൽ അഭിനയത്തിന് ഏറ്റവും മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. നിരവധി അവസരങ്ങൾ പിന്നീട് അബൂബക്കറിനെ തേടിയെത്തി. ചങ്ങനാശ്ശേരി ഗീതാ നാടക സമിതിയിൽ 7 വർഷം പ്രവർത്തിച്ചു. സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ സംവിധായകൻ ഭരതനാണ് അബൂബക്കറിനെ സിനിമയിൽ എത്തിക്കുന്നത്. രാമു കാര്യാട്ടിന്റെ ദ്വീപ്, അഗ്നി, കേളി, വളയം, വാത്സല്യം, ഭൂമിഗീതം, സല്ലാപം
തുടങ്ങിയ ഒരു പിടി ചിത്രങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അബൂബക്കർ പ്രേക്ഷകരുടെയും ഇഷ്ടനടനായി. നാടകത്തിലും സിനിമയിലും ആർദ്രമായ ഭാവാഭിനയം കൊണ്ട് അബൂബക്കർ തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. സന്ദീപ് മോഹൻ സംവിധാനം ചെയ്ത അമ്മ, അമ്മായി അമ്മ, തിരകൾക്കപ്പുറം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും നടന്നില്ല. വാത്സല്യത്തിൽ അബൂബക്കറിന്റെ കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു. അച്ഛന്റെ വഴിയെയാണ് മകൻ നവാസും കലാരംഗത്തെത്തുന്നത്. മിമിക്രിയിലൂടെ സജീവമായി. കലാഭവനിലെത്തിയതോടെ പാട്ടും ഭാവാഭിനയവുമായി കത്തിക്കയറി. നടി ഫിലോമിനയുടെ ശബ്ദാനുകരണം നവാസിനെ താരമാക്കി. സ്ത്രീ ശബ്ദത്തിലെ പാട്ടുകളും വേദികളിൽ അവതരിപ്പിച്ച് കയ്യടി നേടി. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വൈകിട്ട് 6 മണിയോടെ ഹോട്ടലിലെത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. 8 മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു. സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. 8 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ 9 മണിയോട് അടുത്തിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല. ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. മറ്റ് സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇതോടെയാണ് റൂമിൽ പോയി നോക്കിയത്. റൂം അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടു. സോപ്പും തോർത്തും വസ്ത്രവും അടക്കം കട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു. ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് അനക്കമുണ്ടായിരുന്നു. 9 മണിയോടെയാണ് ആശുപത്രിയിലെത്തി. അപ്പോൾ മരണം സ്ഥിരീകരിച്ചു. നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ്. നടി രഹന നവാസാണ് ഭാര്യ. 2002 ഇരുവരും വിവാഹിതരാകുന്നത്. മക്കൾ നെഹറിൻ, റിദ്വാൻ, റിഹാൻ. ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിച്ചിരി തമാശകളൊക്കെയായി നവാസ് സജീവമായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് 5:30 വരെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് മടങ്ങിയത്. ചോറ്റാനിക്കരയിൽ ഒരു വനഭാഗത്ത് വെച്ചായിരുന്നു പ്രകമ്പനത്തിന്റെ ഷൂട്ടിംഗ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ പ്രകടനത്തിലൂടെ ഏറെ പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുണ്ട് കലാഭവൻ നവാസ്. ധ്യാൻ ശ്രീനിവാസ് നായകനായ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് കലാഭവൻ നവാസ് ആയിരുന്നു. എന്നാൽ ഈ കഥാപാത്രം ചെയ്തത് നവാസ് ആണെന്ന് ചിത്രം OTTയിൽ എത്തിയപ്പോഴാണ് പലർക്കും മനസ്സിലായത്. നവാഗതരായ ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ രഹനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ജൂനിയർ മാൻഡ്രേക്ക്, അമ്മ, അമ്മായിയമ്മ, മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ, ചന്ദാമാമ, മൈ ഡിയർ കരടി, വൺ മാൻ ഷോ, വെട്ടം, ചട്ടമ്പിനാട്, കോബ്ര, ABCD, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, മേരാ നാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ.